വെൽക്കം ബാക്ക് ടു ഐഡിയൽ ടെക് മാസ്റ്റർ. ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എന്നത്തെ പോലെ തന്നെ ഒരു വ്യത്യസ്തമായ ഒരു വീഡിയോ ആയിട്ടാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത്. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു കംപ്ലീറ്റ് റീസ്റ്റോറേഷൻ വീഡിയോ ആണ്. അതായത് നമ്മുടെ വീടുകളിലൊക്കെ അത്യാവശ്യം വേണ്ട ചില ടൂൾസുകളൊക്കെ നമ്മുടെ വീടുകളിൽ തന്നെ ആയിരിക്കും. പക്ഷെ ആ ടൂളുകളുടെയൊക്കെ അവസ്ഥ ഇതുപോലെ ആയിരിക്കും. അപ്പോൾ ഇതുപോലെയുള്ള ടൂൾസിനെ നമ്മൾ ഇതുപോലെ ആക്കുകയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ അപ്പോൾ നമ്മൾ ഇന്ന് റീസ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇന്ന് എടുത്തിരിക്കുന്നത് നമ്മുടെ കൈവശമുള്ള, അതായത് നമ്മൾ വീഡിയോസിലൊക്കെ സ്ഥിരമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ കുറച്ച് ടൂൾസുകളാണ് എടുത്തിരിക്കുന്നത്. മെയിനായിട്ട് നമ്മൾ റീസ്റ്റോർ ചെയ്യുന്നത് റീസ്റ്റോറേഷൻ എന്ന് പറയുന്ന ആ പ്രൊസീജിയറിനാണ് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്, അല്ലാതെ ഇതിന്റെ റെസ്റ്റ് റിമൂവിങ്ങോ അങ്ങനെയുള്ള കാര്യങ്ങൾക്കല്ല. അപ്പോൾ നമ്മൾ ഇതിന്റെ റെസ്റ്റ് റിമൂവ് ചെയ്തിട്ടാണ് നമ്മളിത് റീസ്റ്റോറേഷൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ റീസ്റ്റോറേഷൻ ചെയ്യുന്നതിന് മുന്നായിട്ട് നമുക്ക് ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ ഈ എടുത്ത് വെച്ചിരിക്കുന്ന ടൂൾസിൽ റെസ്റ്റും കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് റിമൂവ് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ റീസ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് രണ്ട് മെത്തേഡ്, അതായത് സിമ്പിൾ ആയിട്ടുള്ള രണ്ട് മെത്തേഡുകളാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഒന്ന് ഇലക്ട്രോലൈസിസ് എന്ന് പറയുന്ന മെത്തേഡും അതേപോലെ നമ്മൾ വിനെഗർ ഉപയോഗിച്ചിട്ടും. രണ്ട് മെത്തേഡുകളാണ് നമ്മൾ റെസ്റ്റ് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ രണ്ട് രീതിയിൽ നമ്മൾ റെസ്റ്റ് റിമൂവ് ചെയ്തതിന് ശേഷം ആണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള റീസ്റ്റോറേഷൻ എന്ന് പറയുന്ന പ്രൊസീജിയറിലേക്ക് നമ്മൾ കടക്കാൻ പോകുന്നത്. അപ്പോൾ റെസ്റ്റ് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതുപോലെ ഒരു പാത്രത്തിനകത്തേക്ക് ഏകദേശം 1 ലിറ്ററോളം വിനെഗർ നമ്മൾ ഇതുപോലെ ഒഴിച്ചു വെക്കണം. അതിനുശേഷം നമ്മുടെ കട്ടിംഗ് പ്ലെയർ, നമ്മുടെ ഹാൻഡ് ഗ്രിപ്പ് ഊരി മാറ്റിയതിനു ശേഷം നമ്മൾ ഇതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ ഇട്ട് വെക്കുന്നു. അതേപോലെ തന്നെ നമ്മുടെ കൈവശമുള്ള ചെറിയ ടൂൾസുകൾ മുഴുവൻ, ഫ്ലാറ്റ് ബിറ്റുകൾ നമ്മൾ അതിനകത്തേക്ക് ഇടുകയാണ്. അതുപോലെ നമ്മുടെ ചെറിയ ചിസിൽ നമ്മൾ അതിനകത്തേക്ക് ഇടുന്നു. അപ്പോൾ നമ്മുടെ റെസ്റ്റുള്ള നമ്മുടെ ടൂൾസുകളെല്ലാം നമ്മുടെ വിനെഗറിലേക്ക് നമ്മൾ ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് നമുക്ക് കാണാം ചെറിയ രീതിയിലുള്ള കോമളുകൾ പൊന്തി വരുന്നതാണ്. അതായത് ഇപ്പം തന്നെ നമ്മുടെ കെമിക്കൽ റിയാക്ഷൻ അവിടെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്കൊരു 16 മണിക്കൂറെങ്കിലും, ഏറ്റവും കുറഞ്ഞത് ഒരു 16 മണിക്കൂറെങ്കിലും നമുക്ക് വെയിറ്റ് ചെയ്യേണ്ടതാണ്. കാരണം ഇതിൻ്റെ ഉള്ളിൽ നിന്ന് കംപ്ലീറ്റ് റെസ്റ്റും റിമൂവ് ആയി വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ കൈവശമുള്ള വലിയ ടൂൾസുകൾ, അതായത് പൈപ്പ് റൊഞ്ചും അതുപോലെ നമ്മുടെ ഹാൻഡ്സോയൊക്കെ റെസ്റ്റ് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇലക്ട്രോലൈസിസ് എന്ന് പറയുന്ന മെത്തേഡാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മളൊരു വലിയൊരു പാത്രം എടുത്തിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ ഏകദേശം ഒരു 2-3 സ്പൂൺ വലിയ സ്പൂൺ നമ്മൾ അപ്പക്കാരം നമ്മൾ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മളൊരു വടി ഉപയോഗിച്ച് ജസ്റ്റ് ഇതൊന്ന് ഇളക്കി കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ വലിയ ടൂൾസുകളല്ല, നമ്മളൊരു കോപ്പറിൻ്റെ കമ്പി ഉപയോഗിച്ചിട്ട് ഇതുപോലെ ഒന്നൊന്നിലോട്ട് കണക്ട് ആകുന്ന വിധത്തിൽ നമ്മളിങ്ങനെ ചുറ്റി എടുക്കണം. ഇനി നമ്മൾ ഈ ചുറ്റിയെടുത്ത് ഇതെല്ലാം കൂടി നമ്മൾ ഈ ബേക്കിംഗ് സോഡ കലക്കി വെച്ചിരിക്കുന്ന ഈ ബക്കറ്റിലേക്ക് നമ്മളിത് മുക്കി വെക്കാൻ പോകാം. ഇനി നമ്മൾ ഇതുപോലെ 2 ഇരുമ്പിന്റെ പീസ് എടുത്തിട്ട് നമ്മൾ അതുമേലെ ഇതുപോലെ ചെമ്പ് കമ്പി ഉപയോഗിച്ചിട്ട് നമ്മൾ നന്നായിട്ട് ചുറ്റിയെടുക്കണം. ഇനി നമ്മൾ ഈ ചുറ്റിയെടുത്ത പീസ് നമ്മുടെ ഉള്ളിൽ വെച്ചിരിക്കുന്ന ടൂൾസിൽ തട്ടാത്ത രീതിയിൽ നമ്മൾ ഈ സൈഡിൽ ഇതുപോലെ വെച്ചിട്ട് നമ്മളിങ്ങനെ കെട്ടി നിർത്തണം. അപ്പോൾ നമുക്ക് ഇനി ചെയ്യേണ്ടത്, നമ്മൾ ഈ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഇതിനകത്തേക്ക് നമുക്കൊരു 12 വോൾട്ടിന്റെ DC സപ്ലൈ നമുക്ക് കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ചാർജറിന്റെ ഔട്ട്പുട്ടിൽ നിന്ന് നമ്മളൊരു കണക്ഷൻ എടുത്തിട്ടുണ്ട്, ഒരു 12 വോൾട്ട് DC സപ്ലൈ എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ പോസിറ്റീവ് ടെർമിനൽ എടുത്തിട്ട് നമ്മൾ ഈ കെട്ടി തൂക്കിയിട്ടിരിക്കുന്ന ഈ ഇരുമ്പിന്റെ പീസുമായിട്ട് നമ്മൾ ഇതുപോലെ കണക്ട് ചെയ്യുക. അതിനുശേഷം നമ്മൾ നെഗറ്റീവ് ടെർമിനൽ എടുത്തിട്ട് നമ്മൾ ടൂൾസുമായിട്ട് കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ കോപ്പർ വയറുമായിട്ട് നമ്മൾ കണക്ട് ചെയ്ത് വെക്കണം. അപ്പോൾ നമ്മുടെ കണക്ഷൻ നമ്മൾ കൊടുത്തു കഴിഞ്ഞ് ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇതിനകത്തേക്ക് സപ്ലൈ നമ്മൾ ഓൺ ആക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ സപ്ലൈ DC സപ്ലൈ നമ്മൾ ഇതിനകത്തേക്ക് കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും കാണാം ഇവിടെ ഇതിൻ്റെ ഉള്ളിൽ കെമിക്കൽ റിയാക്ഷൻ സ്റ്റാർട്ട് ചെയ്തായിട്ട് കാണാം. അപ്പോൾ ഇനി ഒരു 16 മണിക്കൂറുകൾക്ക് ശേഷം, അതായത് നമ്മുടെ റീസ്റ്റോറേഷൻ എന്ന് പറയുന്ന നമ്മുടെ മെയിൻ പ്രൊസീജിയറിലേക്ക് കടക്കാൻ 16 മണിക്കൂർ നേരത്തെ കാത്തിരിപ്പുണ്ട്. അപ്പോൾ നമുക്കൊരു 16 മണിക്കൂർ നമുക്ക് വെയിറ്റ് ചെയ്തതിന് ശേഷം ഇതിൽ കംപ്ലീറ്റ് റെസ്റ്റ് റിമൂവ് ആയതിനു ശേഷം നമ്മുടെ ബാക്കി വർക്കുകൾ നമുക്ക് തുടങ്ങാം. അപ്പോൾ നമ്മുടെ വിനെഗറിനകത്ത് ഇട്ട് വെച്ചിരിക്കുന്ന നമ്മുടെ ടൂൾസ് ഏകദേശം 10-22 മണിക്കൂറോളം ഇപ്പോൾ പിന്നിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം നമുക്ക് കാണാം ഇതുപോലുള്ള റെസ്റ്റും കാര്യങ്ങളെല്ലാം ഇതുമേന്ന് ഇളകി മാറി കിടക്കുന്നത്. നമ്മുടെ വിനെഗറിൻ്റെ കളർ തന്നെ മൊത്തത്തിൽ ഇപ്പോൾ മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് ജസ്റ്റ് ഇതിനകത്തുനിന്നൊരു ടൂൾസ് നമുക്കൊന്ന് ഏകദേശം ഒന്ന് എടുത്തു നോക്കാം.
ഇതിപ്പോൾ എടുക്കുമ്പോൾ തന്നെ നമുക്ക് നമ്മളിത് ഇതിനകത്ത് ഇട്ടപ്പോൾ ഈ സ്ക്രൂ ഡ്രൈവറിൻ്റെ ഈ ഒരു ബിറ്റ് മുഴുവൻ റെസ്റ്റ് ഉണ്ടായിരുന്നതാണ്. ഇപ്പോൾ ഇതിമത്തെ റെസ്റ്റൊക്കെ ഏകദേശം ഒരു 10-70% ഇപ്പോൾ തന്നെ അടർന്നു മാറിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ബാക്കിയുള്ള റെസ്റ്റ് നമ്മളൊരു വയർ ബ്രഷ് ഉപയോഗിച്ചൊന്ന് കഴുകിയെടുക്കുമ്പോൾ തന്നെ ബാക്കിയുള്ള റെസ്റ്റും കൂടി ഇന്ന് മാറും. അതേപോലെ തന്നെ നമ്മൾ വേറൊരു ബക്കറ്റിൽ ഇലക്ട്രോലൈസിസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ വെച്ചിട്ടുണ്ട്. ഇനി ആ ബക്കറ്റിലെ അവസ്ഥ എന്താണെന്ന് നമുക്കൊന്ന് നോക്കി വരാം. അപ്പോൾ നമ്മൾ ഇലക്ട്രോലൈസിസ് ചെയ്യാൻ വേണ്ടി വെച്ച ബക്കറ്റിലെ അവസ്ഥ ഇപ്പോൾ ഇതാണ്. കംപ്ലീറ്റ് റെസ്റ്റ് എല്ലാം ഇപ്പോൾ ഇളകി മാറി. നമുക്കറിയാം നമ്മൾ ഈ വെച്ചിരിക്കുന്ന ഈ ഒരു കമ്പിയുടെ കഷ്ണത്തിലേക്ക് ചുറ്റും വന്ന് അടിഞ്ഞു കൂടിയിരിക്കുന്നതായിട്ട് കാണാം. അതേപോലെ തന്നെ നമ്മൾ വെച്ച ഇതുമേലൊക്കെ റെസ്റ്റ് ഇളകി വന്നിട്ട് ഊറി കിടക്കുന്നതായിട്ട് നമുക്ക് കാണാം. ഇനി ഇതെല്ലാം നമ്മളൊരു വയർ ബ്രഷ് ഉപയോഗിച്ചിട്ട് കഴുകിയെടുക്കണം. കഴുകിയെടുത്ത് വൃത്തിയാക്കിയ ശേഷം വേണം നമ്മൾ റീസ്റ്റോർ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ടൂൾസുകളെല്ലാം നമ്മൾ കഴുകി നല്ല വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് കാണാം ഇതിൻ്റെ ടൂൾസിലെ കംപ്ലീറ്റ് തുരുമ്പ് ഇതിൽ നിന്ന് പോയിട്ടുണ്ട്. ഇനിയാണ് നമ്മൾ ഇതിനെ റിസ്റ്റോർ ചെയ്തിട്ട് നമ്മൾ പുതിയൊരു പീസ് പോലെ നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന പോലെ തന്നെ പുതിയൊരു പീസാക്കി എടുക്കാൻ പോകുന്നു. അപ്പോൾ നമ്മൾ പോളിഷ് ചെയ്യുന്നതിന് മുന്നേ ഒരു കാര്യം പറയാനാണ്. അതായത് നമ്മളിപ്പോൾ 2 രീതിയിലാണ് നമ്മൾ ഈ ടൂൾസിലെ റസ്റ്റ്, അതായത് തുരുമ്പ് കളഞ്ഞത്. അതായത് ഒന്ന് നമ്മൾ വിനെഗർ ഉപയോഗിച്ചിട്ടും 2 ഇലക്ട്രോലൈസിസ് എന്ന് പറയുന്നത് നമ്മൾ മെത്തേഡ് ഉപയോഗിച്ചിട്ടും. അപ്പോൾ ഏതാണ് ബെറ്റർ ആയിട്ടുള്ള മെത്തേഡ് എന്ന് ചോദിച്ചാൽ നമുക്ക് ഒറ്റയടിക്ക് പറയാൻ കഴിയില്ല. കാരണം 2 നമുക്ക് നല്ല റിസൾട്ട് തന്നെയാണ് നിൽക്കുന്നത്. പിന്നെ എടുത്തു പറയുകയാണെങ്കിൽ നമുക്ക് വിനെഗറിന് വേണമെങ്കിൽ നമുക്കൊരു മുൻഗണന കൊടുക്കാം. കാരണം ചീപ്പാണ്, ആർക്കും ചെയ്യാവുന്ന സിമ്പിൾ ആയിട്ടുള്ള മെത്തേഡാണ്. വിനെഗറിൽ നല്ല രീതിയിൽ തന്നെ റസ്റ്റ് റിമൂവ് ആവുന്നുണ്ട്. പിന്നെ ഇലക്ട്രോലൈസിസ് ഉള്ള മെത്തേഡ് വെച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചധികം സാധനങ്ങൾ വേണ്ടി വരും. അപ്പോൾ വിനെഗർ ഉപയോഗിച്ച് ചെയ്താലും നല്ല റിസൾട്ട് തന്നെയാണ് കിട്ടുന്നത്. അപ്പോൾ ഇനി നമ്മൾ ഇതിന്റെ പോളിഷിങ്ങിലേക്ക് പോകാൻ പോവാണ്. അപ്പോൾ പോളിഷ് ചെയ്യുന്നതിന് മുന്നായിട്ട് നമ്മുടെ ഈ സർഫസിലുള്ള ഈ റഫായിട്ടുള്ള ഈ പ്രതലം ഒന്ന് കളഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതൊരു എമരി വീൽ ഇട്ടിട്ട് വെറുതെ നമ്മളൊന്ന് പോളിഷ് ചെയ്തെടുക്കുന്നുണ്ട്. അതിനുശേഷം വേണം നമ്മൾ മറ്റു പേപ്പറുകൾ ഇട്ടിട്ട് പോളിഷ് ചെയ്തെടുക്കാൻ. ഫസ്റ്റ് വീലിട്ട് നമ്മൾ ഗ്രൈൻഡ് ചെയ്തപ്പോൾ തന്നെ നമ്മളെ ഇതിന്റെ സർഫസ് നല്ല സ്മൂത്ത് ആയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നമ്മൾ എല്ലാ ടൂൾസും നമ്മൾ ഗ്രൈൻഡ് ചെയ്തെടുക്കണം. അപ്പോൾ വീഡിയോയുടെ ലെങ്ത് നമ്മൾ ഒരുപാട് കൂടുന്നതുകൊണ്ട് നമ്മൾ എല്ലാ ടൂൾസുകളും ഒന്നും കാണിക്കുന്നില്ല. 1-2 ടൂൾസുകൾ മാത്രമാണ് നമ്മൾ പോളിഷ് ചെയ്തെടുക്കുന്നത് കാണിക്കുന്നത്. അപ്പോൾ ഇതുപോലെ നമ്മൾ എല്ലാ ടൂൾസുകളും നമ്മൾ ഗ്രൈൻഡ് ചെയ്തെടുക്കാം. സെക്കൻഡ് സ്റ്റെപ്പായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഈ എമരിയുടെ ഈ വീല് മാറ്റിയിട്ട്, അതായത് പോളിഷിങ് സർഫസ് ഒന്നുകൂടി സ്മൂത്ത് ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ വീൽ ഉപയോഗിച്ചിട്ടാണ് ഇനി ഗ്രൈൻഡ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഒരു കാര്യം പറയാനുള്ളത്, ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഒരു ഗ്രൈൻഡറും കാര്യങ്ങളൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് എങ്ങനെ നമുക്ക് ഇതുപോലെ സ്മൂത്ത് ആക്കി എടുക്കാൻ, റബ്ബ് ചെയ്തെടുക്കാൻ പറ്റുന്നൊരു സംശയം ഉണ്ടാവും. ഒന്നും വേണ്ട, നമ്മുടെ മാർക്കറ്റിൽ ഇതുപോലെയുള്ള എമരി പേപ്പറുകൾ കിട്ടും. അതായത് പല റേഞ്ചിലുള്ള പേപ്പറുകൾ നമുക്ക് ലഭ്യമാണ്. ഏകദേശം ഒരു 2000-3000 വരെ റേഞ്ചിലുള്ള പേപ്പറുകൾ നമുക്ക് കിട്ടും. ഈ പേപ്പറുകൾ ഉപയോഗിച്ചിട്ട് നമുക്ക് ഇത് റബ്ബ് ചെയ്തിട്ട് നമുക്ക് ഈ ഒരു ഫിനിഷിങ്ങിലേക്ക് എത്തിക്കാൻ പറ്റും. ഈ ഒരു ഫിനിഷിംഗ് എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു മിറർ ഫിനിഷിങ്ങിലേക്ക് തന്നെ നമുക്കിത് എത്തിക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ റബ്ബിംഗ് വീൽ ഇട്ട് കഴിഞ്ഞപ്പോൾ തന്നെ നമ്മുടെ ഈ ടൂൾസുകളെല്ലാം നല്ല ഫിനിഷിങ്, അതായത് ഒരു പുതിയ ഒരു പ്രൊഡക്റ്റ് വാങ്ങുന്ന അതേ ഫിനിഷിങ്ങിലേക്ക് തന്നെ എത്തിയിട്ടുണ്ട്. പക്ഷേ ഇനി നമുക്ക് ഇതിനൊരു ഒരു മിറർ ഫിനിഷിങ്, അതായത് നല്ലൊരു ഗ്ലൈസിങ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളൊരു പോളിഷിങ് കോമ്പൗണ്ട് ഉപയോഗിച്ചിട്ട്, പോളിഷിങ് വാക്സ് ഉപയോഗിച്ചിട്ട് നമ്മളിത് ഒന്നും കൂടി പോളിഷ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഇനി നമുക്ക് വാക്സ് പോളിഷ് ചെയ്യാൻ വേണ്ടി ഇതുപോലെ ബഫ് പാഡ് ഒരെണ്ണം നമ്മൾ എടുത്തിട്ടുണ്ട്. അതുപോലെ പിന്നെ നമുക്ക് വേണ്ടത് ഇതുപോലെ റബ്ബിംഗ് കോമ്പൗണ്ട്.
ഇതൊക്കെ നമ്മുടെ മാർക്കറ്റിൽ നിന്ന് വളരെ കുറഞ്ഞ വിലയ്ക്ക് നമുക്ക് വാങ്ങിക്കാൻ കിട്ടുന്ന സാധനമാണ്. ഏകദേശം ഒരു 60 രൂപ നമുക്ക് റേഞ്ച് വരുന്നു. അതുപോലെ ഇതുപോലെ ട്യൂബുകളിലൊക്കെ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. ഇനി ഈ ഒരു കോമ്പൗണ്ട് ഉപയോഗിച്ചിട്ട് നമ്മൾ ഈ ഒരു ഇവിടെ പാട് ഉപയോഗിച്ചിട്ട് നമ്മളിതൊന്നൊരു മിറർ ഫിനിഷിങ്ങിലേക്ക് ആക്കിയെടുക്കാൻ പോവാണ്. അപ്പോൾ നമ്മുടെ റബ്ബിംഗ് കോമ്പൗണ്ട് എടുത്തിട്ട് നമ്മൾ ഈ ആൻസോയുടെ മേളിൽ ഇതേപോലെ ഒന്ന് തേച്ച് വെക്കുന്നുണ്ട്. അതുപോലെ നമ്മുടെ പാടിൽ നമ്മൾ തേക്കുന്നുണ്ട്. ഇനി നമ്മൾ നേരത്തെ റബ്ബ് ചെയ്ത പോലെ തന്നെ നമ്മൾ ഈ പോളിഷും നമ്മൾ റബ്ബ് ചെയ്തെടുക്കാൻ പോവാണ്. അപ്പോൾ നമ്മുടെ ഹാൻഡ്സോയുടെ ഒരു ഭാഗം നമ്മൾ പോളിഷ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതേപോലെ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് നമ്മൾ പോളിഷ് ചെയ്തെടുക്കണം. നമ്മൾ ഒരുപാടൊന്നും അങ്ങോട്ട് പോളിഷ് ചെയ്ത് ഇളക്കുന്നില്ല. അതേപോലെ തന്നെ നമ്മുടെ ബാക്കിയുള്ള ടൂൾസോട് നമ്മൾ ഇതേപോലെ ഒന്ന് പോളിഷ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ടൂൾസുകളെല്ലാം നമ്മൾ പോളിഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ആകെ ഒരൊറ്റ വർക്കും കൂടിയാണ്. അതായത് ഈ 2 ഹാൻഡ്സോയുടെയും അതേപോലെ നമ്മുടെ ഈ പൈപ്പ് റോഞ്ചിൻ്റെയും ഹാൻഡിലുകൾക്ക് നമ്മളൊരു ചെറുതായിട്ടൊന്ന് പെയിന്റ് അടിച്ചെടുക്കണം. അപ്പോൾ ആ ഒരു വർക്കും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ റീസ്റ്റോറേഷൻ വർക്ക് കംപ്ലീറ്റ് ആകുകയാണ്. അപ്പോൾ പെയിന്റ് അടിക്കുന്നതിന് തൊട്ട് മുന്നേയായിട്ട് നമ്മുടെ ഈ ഹാൻഡ്സോയുടെ ഈ ഹാൻഡിലിൽ കുറേ ചെളിയും കാര്യങ്ങളൊക്കെ ഇരിപ്പുണ്ട്. അപ്പോൾ അത് നമുക്കൊരു സാൻഡ് പേപ്പർ ഉപയോഗിച്ചിട്ട് നമ്മളിത് റബ്ബ് ചെയ്ത് കളയണം. അതിന് ശേഷം വേണം നമുക്കിത് പെയിന്റ് അടിച്ചെടുക്കാൻ. അപ്പോൾ പെയിന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ 2 ബ്ലേഡുകളുടെയും ഫ്രെയിം നമ്മളെല്ലാം വരച്ചെല്ലാം വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ പെയിന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ പൈപ്പ് റഞ്ചിന്റെ ഹാൻഡിലിൽ നമ്മളൊരു ബ്ലാക്ക് ആൻഡ് റെഡ് കോമ്പിനേഷനിൽ നമ്മളൊരു പെയിന്റ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ പെയിന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ 3 കളറിൽ നമ്മൾ പെയിന്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് പെയിന്റിങ്ങിലൊക്കെ ആവും. പെയിന്റിങ്ങോട് കൂടിയിട്ട് നമ്മുടെ റെജിസ്ട്രേഷൻ വർക്ക് നമുക്ക് കംപ്ലീറ്റ് ആകുകയാണ്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ റീസ്റ്റോറേഷൻ വർക്ക് നമ്മൾ കംപ്ലീറ്റ് ആക്കിയിരിക്കുകയാണ്. നമ്മൾ പെയിന്റ് അടിച്ച് ഉണങ്ങാൻ വെച്ചിരുന്ന 2 ആക്സോയുടെ ഫ്രെയിമുകളും നമുക്ക് ഉണങ്ങി കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ഈ പേപ്പറെല്ലാം കൂടി റിമൂവ് ചെയ്തിട്ട് നമുക്ക് നോക്കാം അതിൻ്റെ ഫൈനൽ ഔട്ട്പുട്ട് എങ്ങനെയുണ്ടെന്ന്. നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യാൻ നമുക്ക് സമയമായി. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് നിങ്ങൾ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഞങ്ങളെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക, അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നതോടം വരെ ഗുഡ് ബൈ.